നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. CPIMൽ ചില തെറ്റായ പ്രവണതകളുണ്ടെന്ന് ഡോക്ടർ TM തോമസ് ഐസക് തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന എല്ലാവരും നല്ല രീതിയിലല്ല പോകുന്നതെന്നും താങ്കൾക്കറിയാം. രണ്ടാം വട്ട ഭരണം വരുമ്പോൾ ഒരുപാട് ദുഷിപ്പുകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതിനെതിരായ ജാഗ്രതയും പരിശോധനയും വേണം. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇതിനുദാഹരണമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന അഭിമുഖ പരിപാടിയിലാണ് തോമസ് ഐസക് മനസ്സ് തുറന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം മണ്ഡലങ്ങളിലാണ് പരിഗണനയിലുള്ളതെന്നും ഇപ്പോൾ പത്തനംതിട്ടയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ശേഷം മാത്രമേ ചർച്ചകളിലേക്ക് കടക്കൂ. ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്നാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നതാണ് മാനദണ്ഡം. കിഫ്ബി മസാല ബോണ്ടിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് ഇറങ്ങിയതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടുത്തരവാദിത്വമാണുള്ളത്. 2 വർഷം തന്നിട്ടും EDക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നും പോരാട്ടം തുടരുകയാണെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു.